പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും മിറക്കുലസ് ആൻഡ് സബ്മിസ്റ്റോടെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അല്പസമയം നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സിസ്റ്റർ പ്രിസ്കില്ല ഈസ് ഓൺ ദ ലൈൻ. പ്രിസ്കില്ല, വുഡ് യു പ്ലീസ്? Praise the Lord. നമുക്ക് ഒന്നുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ചേർന്ന് വരുവാൻ ലഭിച്ച ഈ അവസരത്തിനായി ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് എത്ര ഭാഗ്യമുണ്ട് നമുക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്ക് കൂടി വരുവാൻ, നമുക്ക് പാട്ട് പാടുവാൻ, നമുക്ക് സാക്ഷ്യം കേൾക്കുവാൻ എല്ലാം ഒരു ഭാഗ്യമാണ്. നമ്മൾക്ക് ദൈവത്തെ അറിയുവാൻ തന്ന ഈ ഭാഗ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് കുറച്ച് പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ആശ്രയം വെക്കുവാൻ മറ്റേ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് യേശു ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആരെയും നമുക്ക് നോക്കണ്ട. നമുക്ക് ഇത്ര ഭാഗ്യമേറിയ ഈ ജീവിതത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. തീരാത്ത സന്തോഷം നമ്മുടെ ദൈവത്തിൽ നമ്മൾ ആശ്രയം വെക്കുമ്പോൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ചേർന്ന് നമുക്ക് സ്തുതിച്ച ദൈവത്തെ
എൻ്റെ നാവ ചൊല്ലിടുവാൻ കാൽവരിയിൽ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയും എൻ്റെ പ്രിയനേ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവ ചൊല്ലിടുവാൻ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവ ചൊല്ലിടുവാൻ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ ആമേൻ. ആ വലിയ കൃപ ഓർക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ ദൈവത്തെ ആരാധിക്കാം. നമുക്ക് പൂർണ്ണ സമാധാനത്തോടെ നമുക്ക് ദൈവത്തിൽ ആശ്രയം വെക്കാം. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രീസിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ഒരു ദിവസവും കൂടി നമ്മുടെ മീറ്റിംഗ് മുമ്പോട്ട് പോകുവാൻ കർത്താവ് ചെയ്ത സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം, ഇന്ന് US രാത്രിയാണല്ലോ, വിവിധ സോണുകളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്നേഹത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മളോട് ടെസ്റ്റിമണി ഷെയർ ചെയ്യുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ പൂജയാണ്. പൂജ ജോയിൻ ചെയ്തിരിക്കുന്നത് സേലത്ത് നിന്നാണ്. അവള് പാലക്കാട് സ്വദേശിയാണ്. അവളുടെ കൊച്ചു പ്രായത്തിൽ തന്നെ അവളുടെ മാതാപിതാക്കൾ ദൈവത്തെ അറിയുവാനിടയായി, സുവിശേഷം അറിയുവാനിടയായി എങ്കിലും അവരൊന്നും സുവിശേഷത്തിൽ അധികം സ്ട്രോങ് അല്ലാതെ പോകുമ്പോൾ പൂജയ്ക്ക് കർത്താവിന്റെ ആ സ്നേഹത്തിൽ തന്നെ നിലനിൽക്കുവാനും ആ കർത്താവുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൽ അനേകരോട് ക്രിസ്തുവിനെ പറ്റി പറയുവാനും അതിൽ തന്നെ ഉറച്ചു നിൽപ്പാനും അവളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ പല അനുഭവങ്ങളിലൂടെ, പേഴ്സണൽ എക്സ്പീരിയൻസസിലൂടെ അവൾ ദൈവത്തെ അങ്ങനെ സ്നേഹിക്കുവാനും കർത്താവിൽ നിലനിൽക്കുവാനും ഇന്നയോളം ദൈവം അവളെ സഹായിച്ചു. ഇപ്പോൾ അവൾ BSc നഴ്സിംഗിന് 4th ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം പ്രതികൂലങ്ങളിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഈ പ്രായത്തിലുള്ളവർ അനുഭവിക്കുന്നതിനേക്കാൾ ഉപരിയായി ഉള്ള ചില അനുഭവങ്ങളിലൂടെയൊക്കെ അവൾ കടന്നു പോകുന്നു. എങ്കിലും കർത്താവ് അവളെ നിലനിർത്തുന്നു. അവളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇന്നത്തെ ടെസ്റ്റിമണി ഷെയർ ചെയ്യുവാനായിട്ട് പൂജ കടന്നു വന്നിരിക്കുന്നു. സ്നേഹത്തോടെ പൂജയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടെസ്റ്റിമണി പറയാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. Praise the Lord. And am I audible? Okay, Yes. you're okay. Praise the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം പകൽക്കാലമായിട്ട് ഇവിടെ മാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിംഗിൽ ഈ ദൈവമക്കളോടൊപ്പം ഒരുമിച്ച് പങ്കെടുക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, എൻ്റെ സാക്ഷ്യം ഷെയർ ചെയ്യുവാനൊക്കെ നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹോസ്റ്റേൻ അങ്കിൾക്കും ആൻറ്റിക്കും പിന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും പാട്ടുപാടി ചേച്ചി എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ചുമ അസ്വസ്ഥതയൊക്കെ ഉണ്ട്. അതുകൊണ്ട്
ക്ഷമിക്കണം. പിന്നെ ഞാൻ ഹോസ്റ്റലിലാണ് ആയിരിക്കുന്നത്. അപ്പം ശബ്ദങ്ങൾ ഇടയ്ക്ക് വന്നാൽ, ഡിസ്റ്റർബൻസസ് വന്നാൽ എന്നോട് ക്ഷമിക്കണമെന്ന് ആദ്യം തന്നെ ഓർപ്പിക്കുന്നു. പിന്നെ ഒരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും ഊറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും ഊറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇൻപസ്വരത്താൽ നയിച്ചതിനാൽ. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായ്പാൻ ഒരു മാറിടമുണ്ട്, ചൂടു നൽകും യേശുവിൻ മാറ്. എൻ തല ചായ്പാൻ ഒരു മാറിടമുണ്ട്, ചൂടു നൽകും യേശുവിൻ മാറ്. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 4-1 വാക്യം വായിക്കുന്നു. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചതിൽ സാക്ഷ്യം പറയുവാൻ. ആദ്യം തന്നെ ഞാൻ ലിൻഡാൻഡിക്കായി തോമസ് അങ്കിൾ കാര്യത്തെ സ്തുതിക്കുന്നു. അവരിലൂടെയാണ് എനിക്ക് ഇങ്ങനെ അങ്കിള് എന്റെ നമ്പർ മേടിക്കുകയും സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം നൽകുകയും ചെയ്തത്. ഈ വാക്യത്തിൽ വായിച്ച പോലെ എന്റെ ദൈവം നീതിയുള്ള ദൈവമാണ്. അതിന്റെ ജീവനുള്ള സാക്ഷിയാണ് ഞാൻ ജീവനോടിരിക്കുന്ന കർത്താവിന്റെ കൃപയിൽ മാത്രമാണ്. നമ്മുടെ കർത്താവ്, ഈ ലോകത്ത് എല്ലാവരും അനീതി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് എവിടെ പോയാലും നീതിയില്ല. ഞാൻ വിശ്വസിച്ചവര്, ഞാൻ ആശ്രയിച്ചവരൊക്കെ എന്റെ ചെറുപ്രായത്തിൽ എല്ലാവരും എന്നെ കരുതാനുണ്ട്, എനിക്ക് ആശ്രയിക്കാൻ അവരുണ്ട്, അല്ലെങ്കിൽ അവര് എപ്പോഴും എന്റെ കൂടെ ഇരിക്കുന്ന വിശ്വസിച്ചവരൊന്നും എന്റെ കൂടെ ഇപ്പൊ ഇല്ല. ദൈവം അയച്ചവര് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവം ഒരിക്കലും മാറിയിട്ടില്ല. അവന്റെ സ്വഭാവം, കർത്താവ് എപ്പോഴും എന്നോട് ചെറുപ്പത്തിൽ ഇടപെട്ട പോലെ തന്നെ ഇപ്പോഴും ഇടപെടുന്നുണ്ട്. കർത്താവിന്റെ വിശ്വസ്തയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ കർത്താവ് നീതിയുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ സാക്ഷ്യത്തിൽ തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചത്. അച്ഛനും അമ്മയും ഒക്കെ ഹൈന്ദവ മാർഗത്തിലായിരുന്നു. പിന്നീട് അവര് അവരുടെ കൂട്ടുകാരിലൂടെ സുവിശേഷം അറിഞ്ഞ് അങ്ങനെ കർത്താവിലേക്ക് വന്ന് സത്യത്തിൽ നിന്നു. പക്ഷെ
എങ്കിലും അവര് ചാടി അലയുന്ന ഒരു ജീവിതമാണ്. അവർക്ക് വിശ്വാസത്തിൽ അത്ര ഉറപ്പില്ലായിരുന്നു. അങ്ങനെ നിൽക്കുകയായിരുന്നു അവര്. ഞാൻ ജനിക്കുമ്പം വിശ്വാസത്തിലായിരുന്നു, ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ദൈവകൃപയാൽ. അതുകൊണ്ട് കുഴപ്പമില്ല. ആഹ് അമ്പലങ്ങളിലൊക്കെ എന്നാലും അവരുടെ കുടുംബത്തിലെ ആരും അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴും ഇല്ല. അവര് ഹൈന്ദവ മാർഗത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആം, അവരുടെ വീട്ടിലൊക്കെയാണ് നിൽക്കുമ്പം അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, പ്രസാദമൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ജീവിതമായിരുന്നു എൻ്റേത്. പക്ഷെ എനിക്ക് അങ്ങോട്ട് അമ്പലത്തിൽ പോവും, ചർച്ചിലും പോവും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പക്ഷെ എന്റെ ചെറുപ്പത്തിൽ തന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഒരു ഭയം, അമ്പലത്തെ കുറിച്ച് ആലോചിക്കുമ്പം ഒരു ഭയങ്കര ഒരു എന്താ പറയാ, ഒരു സമാധാനം ഇല്ലാത്ത ഒരു ഭയം തോന്നുക. അങ്ങോട്ട് പോകണ്ട, യേശുവിന്റെ അടുക്ക പോയ സമാധാനം ഉണ്ടെന്ന്. ചർച്ചിൽ പോവാൻ ഞായറാഴ്ചയായ ഞാൻ പറയും. ഇനിയിപ്പം പാരന്റ്സ് പോലും പറയുന്നു, എന്നാ നമുക്ക് ഇന്ന് പോണ്ട, ഞായറാഴ്ച പോണ്ട എന്ന് ചിന്തിച്ചാൽ പോലും, കാരണം അത്ര സ്ട്രോങ് അല്ലായിരുന്നു അവര് വന്നപ്പോ തന്നെ. ചിന്തിച്ച പോലും ഞാൻ ഓർക്കുന്നു പറഞ്ഞത്, എനിക്ക് ചർച്ചിൽ പോയാൽ മതി, അവിടെ ഉള്ളു സമാധാനം, എനിക്ക് ഇങ്ങോട്ട് പോണ്ട അമ്മ അച്ഛൻ, അങ്ങനെ ഞാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നത്. സോ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഇവര് തനിച്ചായിരുന്നു വന്നത്. ഒത്തിരിയും പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടായിരുന്നു. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി ഒത്തിരി അപമാനങ്ങൾ, എന്നുവെച്ചാല് ദാരിദ്ര്യം, പട്ടിണി അത്രയൊക്കെ ആയി. കാരണം ഒരു വലിയ ഒരു കഷ്ടത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ കടഭാരം ഉണ്ടായിരുന്നു. 17 ലക്ഷം രൂപ. അന്ന് ഞങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റാത്തൊരു ബഡ്ജറ്റാണ്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു ബേർഡൻ ആയിരുന്നു. എന്നുവെച്ചാൽ അച്ഛൻ ഒരു ടൈലറാണ്, സാധാരണ ഒരു ടൈലറാണ്. സ്വന്തം കടയൊന്നുമില്ല. പിന്നെ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുകയായിരുന്നു, ഒരു നഴ്സായിട്ട്. അപ്പം ഒട്ടും എന്തുവാ സഹിക്കാൻ വയ്യാത്ത ഒരു ബേർഡൻ ആയിരുന്നല്ലോ ഇത്. അപ്പം ഞങ്ങൾക്ക് ഇതെങ്ങനെ അടയ്ക്കാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒത്തിരി നിന്ദകൾ, അപമാനങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ള പൈസയൊക്കെ പോയി, ഉള്ളതൊക്കെ എല്ലാം വിറ്റ് അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിലോട്ട് വന്നു. ദാരിദ്ര്യവും പട്ടിണിയും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു. ഒത്തിരിയും വർഷങ്ങള് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, ദൈവത്തെ പ്രാർത്ഥിച്ച് ഇറങ്ങിയിട്ട് നിങ്ങൾ എന്ത് നേടി എന്നെല്ലാവരും ചോദിക്കാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പട്ടിണിയൊക്കെ ആയിട്ട് ഞാൻ ഓർക്കുന്നു, വെറും ഞങ്ങളൊരു വാടക വീട്ടിലാണ് അന്ന് താമസിച്ചത്. വാടക പോലും കൊടുക്കാനില്ലായിരുന്നു. അപ്പം ആ വാടക വീട്ടിന്റെ പുറകില് ഈ പപ്പായയുടെ മരം, ഓമയ്ക്ക മരം, പിന്നെ ഗുവാന്റെ മരം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ പഴങ്ങൾ പറിച്ച് ആ രാത്രികൾ, പല രാത്രികൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓർക്കുന്നു. പിന്നെ അരി വറുത്ത് കഴിച്ച്, അങ്ങനെയൊക്കെ ഒത്തിരി സ്നാക്സ് ഇല്ലായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ പക്ഷെ അങ്ങനെ കേൾക്കുമ്പോൾ ക്രേസി ആയിരിക്കും, പക്ഷെ ഞാൻ അനുഭവിച്ചതാണ് ഞാൻ പറയുന്നത്. പിന്നെ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളായിരുന്നു. സോ 17 ലക്ഷം രൂപ കടമല്ലേ. അപ്പോൾ സ്കൂൾ ഫീസ് പോലും എനിക്ക് കൊടുക്കാൻ പറ്റാത്ത, ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. നല്ലൊരു ഭക്ഷണം, നല്ലൊരു ഡ്രസ്സ്, ഇതൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പാട്ടായിരുന്നു. പിന്നെ സ്കൂൾ ഫീസ് ഒന്നും അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു. പലപ്പോഴും എക്സാം എഴുതുന്നതിന് മുമ്പ് ഇങ്ങനെ ഫീസ് എഴുതാത്തവരുടെ പേര് വിളിച്ചിട്ട് പോകുമ്പോ എന്റെ പേര് പറയും, ഞാൻ എഴുന്നേറ്റ് നിൽക്കും. ഒത്തിരി വഴക്ക് കൊള്ളും. വഴക്കൊണ്ട് ശീലിച്ചു. ഒത്തിരി ഫീസ് അടയ്ക്കാത്തതിന്റെ പേര്. അതുകൊണ്ട് ഞാൻ കരയത്തൊന്നുമില്ല, ഞാൻ അങ്ങനെ നിൽക്കും. ഒന്നും പറയാനില്ല മറുപടി എൻ്റെ കയ്യില്. ഞാൻ പ്രാർത്ഥിക്കും എപ്പോഴും. എന്നെ ഉറപ്പിച്ചതൊക്കെ കർത്താവിന്റെ വാഗ്ദത്തങ്ങളും വചനങ്ങളും. കർത്താവ് എന്നോട് സംസാരിക്കുകയായിരുന്നു. ആ കഷ്ടത എനിക്ക് ഗുണമായി തീർന്നെന്ന് വചനത്തിൽ പറഞ്ഞതുപോലെ, അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിലും കഷ്ടത ഗുണമായി തീർന്നു. കാരണം ആ കഷ്ടത്തിലൂടെ ഞാൻ കർത്താവിനോട് ഏറ്റവും അടുക്കുവാൻ ഇടയായി, ദൈവകൃപയാൽ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, എനിക്കൊരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് ഞാനൊരു ദിവസം സ്കൂളിൽ നിന്ന് വന്നിട്ട് ചിക്കൻ ബിരിയാണി, ഞാൻ അമ്മയുടെ ക്ലിനിക്കിലായിരുന്നു ഇരുന്നത്. ചിക്കൻ ബിരിയാണി കഴിക്കാൻ ഒത്തിരി കൊതിച്ചു. അപ്പൊ അവരോട് പറഞ്ഞിട്ട് അവർക്ക് മേടിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഞാൻ ഇപ്പം കോളേജ് 4th ഇയറിൽ പഠിക്കുന്നു. ഞാൻ 8ൽ
8-ലാന്ന് തോന്നുന്നു, 7-8-ലോ സംഭവിച്ച കാര്യം ഞാൻ പറയുന്നത്. അധികം വർഷങ്ങളായിട്ടില്ല. അപ്പോ അങ്ങനെ ചിക്കൻ ബിരിയാണി കൊതിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പം അമ്മയോട് പറഞ്ഞിട്ട് അവർക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പം ഉം, അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ കർത്താവിനോട് പറയാം. അതല്ലേ ഞാൻ ഇപ്പം ഈ കഷ്ടതയിലൊക്കെ ഞാൻ പഠിച്ചത് കർത്താവിനോട് പറ, എന്താവശ്യമുണ്ടെങ്കിലും ദൈവത്തോട് പറ എന്നുള്ള ആ ഒരു സ്ലോഗൻ എപ്പോഴും എൻ്റെ മനസ്സിൽ, ആ തോട്ടാണ് പെട്ടെന്ന് ഓടി വരുന്നത്. അപ്പം കർത്താവിനോട് പറഞ്ഞ യേശപ്പച്ച, എനിക്ക് ഇതുപോലെ ചിക്കൻ ബിരിയാണി വേണം, ഞാൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഡാഡി, വാങ്ങിച്ചു തരണം എനിക്ക് എന്ന് ഞാൻ ഇങ്ങനെ അധികാരത്തോടെ പറഞ്ഞു. ആ, അത്ഭുതം എന്നല്ലാതെ മറ്റൊന്നും ഇല്ല. ക്ലിനിക്കിന് തിരിച്ചു പോകുന്ന വഴി കുറച്ച് മീറ്റർ വീട്ടിലോട്ട് നടന്നാൽ മതി. ആ പോകുന്ന വഴി അറിയുന്ന ഒരു അങ്കിള്, അവിടെ കാണാൻ സാധ്യതയില്ല, പക്ഷെ അവരവിടെ വന്ന് പിന്നെ ഞങ്ങളെ കണ്ട എന്തുണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് പെട്ടെന്ന് ഇപ്പൊ നിക്കണേന്നും പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് ചിക്കൻ ബിരിയാണി തന്നെ. അവിടെ ബീഫ് ബിരിയാണി കടയുണ്ട്, മട്ടൻ ബിരിയാണി കടയുണ്ട്. ഞാൻ ചോദിച്ചു ചിക്കൻ ബിരിയാണി ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചിക്കൻ ബിരിയാണി തന്നെ എനിക്ക് വാങ്ങിച്ചു തന്നു. അങ്ങനെ ഞാനത് സന്തോഷത്തോടെ കഴിക്കാനിടയായി. ഞാൻ ആലോചിച്ചു, കർത്താവേ, ഇത്രയും അത്ഭുതം ചെയ്യുന്ന ദൈവമാണല്ലോ എന്റെ ജീവിതത്തിൽ എന്നും പറഞ്ഞ്. പക്ഷെ പലപ്പോഴും ഒരു ബിസ്ക്കറ്റ് പോലും കഴിക്കാൻ കൊതിച്ച നാളുകൾ ഉണ്ടായിരുന്നു. ഒരു ബിസ്ക്കറ്റ്, ഒരു മധുരമുള്ള എന്തെങ്കിലും സാധനം, ഒരു ഒരു ചോക്ലേറ്റ്, അങ്ങനെയൊക്കെ ഞാൻ കൊതിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഞാൻ ദൈവത്തെ കുറ്റം പറയത്തില്ല ഒരിക്കലും. എല്ലാം എനിക്ക് നന്മയ്ക്കായി തീർന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അങ്ങനെ അതുകൊണ്ട് ഞാൻ പിന്നെ സ്റ്റഡീസിലും അങ്ങ് പുറകിലായി ഇപ്പൊ ചെറുപ്പത്തില്, എന്റെ അക്കാഡമിക്സ്. പക്ഷെ ഞാൻ സ്മാർട്ട് ആയിരുന്നു. അപ്പം എന്നോട് ചോദിക്കും ടീച്ചേഴ്സ്, ഇങ്ങനെ സ്റ്റഡീസിൽ പുറകോട്ട് വരുമ്പോ, പൂജ എന്ത് പറ്റി, സ്മാർട്ട് ആണല്ലോ, പഠിക്കാൻ പറ്റുമല്ലോ, എന്ത് പറ്റി എന്ന് ചോദിക്കും. എനിക്ക് വീട്ടിലെ സാഹചര്യങ്ങൾ പറയാനും വയ്യ, അങ്ങനെ ഉള്ള സാഹചര്യം. അവര് അങ്ങനെ ആ കഷ്ടത വന്നപ്പോഴാണ്, കഷ്ടതയുടെ സമയത്ത് അവര് കർത്താവിനോട് അടുത്തിരിക്കുകയൊക്കെ ചെയ്തു പാരന്റ്സ്. അങ്ങനെ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ആ സമയത്താണ് പിന്നെ സ്തോത്രം, എൻ്റെ 9-ാം ക്ലാസ്സില്, വർഷങ്ങൾ ഒത്തിരി പോയി, വാഗ്ദത്തങ്ങൾ ഇങ്ങനെ ലഭിക്കുന്നുണ്ട്, ഇങ്ങനെ നിശ്ചയമായിട്ട് കടം മാറും, ദൈവാത്ഭുതം പ്രവർത്തിക്കുന്നു, കർത്താവ് ഓരോ വചനങ്ങൾ തരുന്നുണ്ട്. ആ ബലത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ 9-ാം ക്ലാസ്സില് ഒരു ദേവദാസൻ ഞങ്ങളുടെ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഇതിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസൻ ഞങ്ങളുടെ ചർച്ചിൽ കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. അപ്പം പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നിങ്ങളുടെ കടം മാറും. അമേൻ. ഇത് കേൾക്കാനാണ് ഞങ്ങൾ അവിടെ കൊതിച്ചിരിക്കുന്നത് വർഷങ്ങളായിട്ട്. 7-8 വർഷം അതിന് മുകളിൽ പോയി. ഞാൻ എന്റെ ചെറുപ്പത്തിൽ തൊട്ട് അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ഞാൻ 9-ാം ക്ലാസ്സിൽ വരുമ്പോൾ ആ സൊല്യൂഷൻ, കർത്താവിന്റെ വാക്ക് ഞാൻ കേൾക്കുന്നു. ഒരു ഇത്രയും ദിവസം ഞാൻ വാക്തത്വം കേട്ടു, പക്ഷെ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പോലെ, കർത്താവ് നിന്റെ കടം മാറും എന്നും പറഞ്ഞിട്ടൊരു വാക്ക് തന്നപ്പം ഒരു ജീവൻ വന്ന പോലെ ഉണ്ടായിരുന്നു. ഇത്ര മാസങ്ങൾക്കകം, ഒരു 3 മാസത്തിനകം, അങ്ങനെ പറഞ്ഞു, സ്പെസിഫൈഡ് ആയിട്ട് 3 മാസത്തിനകം എന്ന് പറഞ്ഞു. അപ്പം ദൈവകൃപയാൽ ഞാൻ ഓർക്കുന്നു, സെപ്റ്റംബർ മാസമായപ്പം കറക്റ്റ് ആ 3-ാമത്തെ മാസം, എങ്ങനെയെന്നറിയത്തില്ല, പക്ഷെ ഇതുവരെ ആരാന്നറിയാത്തൊരു വ്യക്തി, ഞങ്ങളെ ആരാന്നറിയാത്തൊരു വ്യക്തി ഞങ്ങളെ സഹായിച്ചു. ആ കട മുഴുവൻ തീർന്നു കിട്ടി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ നാമം മാത്രം മഹത്വപ്പെടുവാനാണ് പറഞ്ഞത്. ഹല്ലേലൂയ. മനുഷ്യർക്ക് ഈ 17 ലക്ഷം രൂപ ഞങ്ങളെ വെറുതെ സഹായിക്കാൻ ആർക്കും പറ്റത്തില്ല. അത് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനോ ഞങ്ങൾക്ക് അതിനുള്ള എബിലിറ്റി ഇല്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യർക്കും ഞങ്ങളെ സഹായിക്കാൻ തോന്നത്തില്ല. ആ സാഹചര്യത്തിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വഴിവാതിൽ ഒരുക്കി തന്നു. അങ്ങനെ ഒരു വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു നൽകി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ പടിപടിയായിട്ട് ഞങ്ങളെ ഓരോ നിലകളിൽ ഉയർത്താൻ തുടങ്ങിയും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ അതിനുശേഷം കോളേജിന്റെ സമയത്ത് കോളേജിലെത്തി.
കോളേജ് അഡ്മിഷൻ എടുക്കുവാനും ഇവിടെ BS നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. എല്ലാം ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. എനിക്ക് ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. പക്ഷെ ദൈവത്തിന്റെ ഹിതം നഴ്സിംഗിന് ജോയിൻ ചെയ്തു. ആം, ഇവിടെ എങ്ങനെ ഫീസ് കൊടുക്കണമെന്നോ എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. കർത്താവിന്റെ കാര്യങ്ങളിൽ ഞാൻ അർപ്പിച്ചു. ശുഭജ അങ്ങ് തന്നെ നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നെന്നും പറഞ്ഞ് മുന്നോട്ട് പോയി. കാരണം കർത്താവിന്റെ വാഗ്ദത്തം എന്റെ ജീവിതത്തിലുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് ദൈവനെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ട് എന്നെ ദൈവം നടത്തും. വിശ്വസ്തനാമേ. ഇത്രത്തോളം നടത്തിയ ദൈവം അന്യജാതിക്കാരുടെ നടുക്ക് നിന്ന് എന്നെ വേർതിരിച്ച് ഇത്രത്തോളം കൊണ്ടുവന്നെങ്കിൽ ഇനിയും ദൈവനെ വഴി വിടുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും വിടത്തില്ല എന്റെ ദൈവം. ആ പൂർണ്ണ നിശ്ചയത്തോടെ ഞാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു. മീറ്റിങ്ങിൽ ഒരു കരയുന്നൊരു ദേവദാസൻ തന്നെ ഞങ്ങളൊരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പം ആ മീറ്റിങ്ങിൽ ഞാൻ പാട്ട് പാടുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അതിലുള്ള ഒരു ഫാമിലി, ജോയിൻ ചെയ്യുന്ന വ്യക്തികളായിരുന്നു ലിൻഡ ആന്റി എന്ന് പറഞ്ഞ്, ലിൻഡ ആന്റി, മാത്യു അങ്കിൾ, തോമസ് മാത്യു അങ്കിൾ. അപ്പം അവരെ എന്നെ കണ്ടപ്പം അവർക്ക് തോന്നി അവരെ സഹായിക്കണമെന്ന് തോന്നി. പെട്ടെന്ന് എന്നെ കണ്ടപ്പം ഒരു ദൈവനിയോഗം ഉള്ള പോലെ അവർക്ക് ദൈവനിയോഗം ലഭിച്ചു. അവരെ സഹായിക്കണമെന്ന് തോന്നി. എന്നെ കണ്ടപ്പോൾ എന്നോട് സംസാരിക്കണമെന്ന് തോന്നി. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്ത് കറക്റ്റ് കോളേജ് ചേരുന്നതിന് മുമ്പ് അവരെന്നെ പരിചയപ്പെടുകയും സംസാരിക്കുകയും ദൈവകൃപയാൽ അവരുടെ മിനിസ്ട്രി, എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് മിനിസ്ട്രിയിലെ ഒരു ഭാഗമായി അവരുടെ കൂടെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുകയും അവരുടെ കൂടെ ആരാധിക്കുകയൊക്കെ ചെയ്യും. വചനം കേൾക്കും. അങ്ങനെ അവരുടെ മീറ്റിങ്ങുകളിൽ പലരും എന്നെ സഹായിച്ചു. അങ്ങനെയാണ് ഈ 4 വർഷം, ഈ 4th ഇയറിന്റെ കംപ്ലീറ്റ് ആവാറായി. ഈ വർഷം കഴിയും. അങ്ങനെയാണ് ഇത്രത്തോളം വന്നത്. ദൈവമക്കളെ ഞാൻ പറയട്ടെ, അത്ഭുതം എന്നല്ല, അതെന്റെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. കർത്താവിന്റെ കരം ഇങ്ങോട്ട് വന്ന് എന്നെ സഹായിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവ് നൂലിട്ട് തന്നെ വഴി ഇറക്കി എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. പ്രൈസ് ദ ലോർഡ്, സ്തോത്രം. എന്നാലും ഞാൻ ഇപ്പം ആയിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാല് പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യം. കാരണം അപ്പനും അമ്മയും അനിയത്തിയും ഉണ്ടെങ്കിലും ഇല്ലാത്ത അനാഥയായുള്ളൊരു സാഹചര്യമാണ് എൻ്റെത്. കാരണം ഇപ്പം നിലവിൽ അച്ഛൻ മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ. വേറൊരു കാരണത്താല് അമ്മയും അവളും പിരിഞ്ഞു പോയി ഞങ്ങളെ വിട്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യമാണ് എൻ്റെത്. കാരണം അവർക്ക് വിശ്വാസത്തിൽ വന്നെങ്കിൽ അവർക്കൊരു ഉറപ്പില്ല. അവർക്ക് ഉറച്ച് നിൽക്കണമെന്ന്, അതാണ് വചനം പറയുന്നത്. മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ മുമ്പന്മാരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇനിയും നമ്മള് ഇനിയും പുറകെ പോകാതെ ഞാൻ നോക്കണം എന്നുള്ള മനസ്സിലുണ്ട്. ഞാനും ഇതുപോലെ പുറകെ പോകരുത്. ഞാനും അച്ഛനും അതുകൊണ്ട് എത്ര കഷ്ടം വന്നാലും ഞങ്ങൾ തമ്മി വചനം പറയും. ഇതുപോലെ പാട്ടുപാടി ഞാൻ പാട്ടുപാടി കൊടുക്കാറുണ്ട്, വചനം പറഞ്ഞു കൊടുക്കാറുണ്ട്. പുറകോട്ട് പോരുത് അച്ഛാ, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്ത, ഇത്രത്തോളം അത്ഭുതം ചെയ്തില്ലേ, ഇനിയും ദൈവം നമ്മളെ നടത്തും, വിശ്വസ്തനാണ്. അത്ഭുതമല്ലേ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. ഈ ദൈവത്തെ വിട്ടു പോയാൽ നമ്മള് വേറെ ആരുടെ അടുക്ക പോവും? ആശ്രയിക്കാൻ ആരുമില്ല, കർത്താവ് മാത്രമാണ്. എത്ര നല്ലവനായിരുന്നു എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ആശ്വാസം പറഞ്ഞ് അങ്ങനെയാണ് കഴിയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ നിലനിൽക്കുന്നത്, ഞാൻ ജോയിൻ ചെയ്യുന്ന മീറ്റിങ്ങിൽ പല ദേവദാസന്മാരും വരാറുണ്ട്. അവരുടെ വന്ന് ദൈവം അവരിലൂടെ എന്നോട് സംസാരിക്കും, അവരുടെ വാഗ്ദത്തങ്ങൾ നൽകും. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഞാൻ വേദനിച്ച് ആ മീറ്റിങ്ങിൽ കയറുന്ന ആ സമയത്ത് കറക്റ്റ് എൻ്റെ വേദന കർത്താവ് മനസ്സിലാക്കി അപ്പൊ തന്നെ എന്നോട് സംസാരിക്കും ദൈവം. ഓരോ പ്രവാചകന്മാരിലൂടെ, ദേവദാസന്മാരിലൂടെ, അല്ലെങ്കിൽ പാട്ടിലൂടെയൊക്കെ ദൈവം ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ആ മീറ്റിങ്ങിലുള്ളവർ സകലരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് ആരെല്ലാം മാറിപ്പോയാലും നമ്മുടെ ദൈവം ഒരുവൻ മാത്രം അന്ത്യം വരെ നിലനിൽക്കത്തുള്ളൂ. ഒരു നാളും മാറുകയില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഉത്തരം വരളുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച വാക്യത്തില്
നീതിയുള്ള ദൈവം എന്നുണ്ട്. മാത്രമല്ല ഉത്തരമരുളുന്ന ദൈവം കൂടെയാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ചോദിക്കുന്ന നനയ്ക്കുന്ന കാര്യങ്ങൾക്ക് ആമേൻ, നമ്മൾ ചോദിക്കുന്ന കാര്യം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് കർത്താവ് നമുക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യർ പലരും ആമേൻ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ പോകാം. ചിലപ്പം ചോദിക്കുന്ന ചോദ്യത്തിനല്ലായിരിക്കും ഉത്തരം തരുന്നത്. പക്ഷെ എന്റെ കർത്താവ് തരുമ്പോൾ അത് വ്യക്തമായിട്ടുള്ള ഉത്തരം. ഹല്ലേലൂയ. നമുക്ക് ആശ്വാസം തരുന്ന ഉത്തരം. ഹല്ലേലൂയ. നമുക്ക് ആവശ്യമുള്ള ഉത്തരമാണ് ദൈവം തരുന്നത്. നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഉത്തരമാണ് കർത്താവ് നൽകുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെയാണ് ജീവിതത്തിൽ ഓരോ പടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. ദൈവകൃപയൊന്ന് മാത്രമാകുന്നു. ഈ കോളേജിൽ ജോയിൻ ചെയ്യുന്ന ഞാൻ ദൈവത്തിന്റെ നിയോഗം അനുസരിച്ചാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അതൊരു അറിയുന്നൊരു ദേവദാസം മൂലം ആണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. പിന്നെ ദൈവകൃപയാല് 4 വർഷം മുമ്പോട്ട് കടന്നുപോയി. ഫീസ് അടയ്ക്കാനൊക്കെ ദൈവം സഹായിച്ചു. പിന്നെ ഇവിടെ ഒരു ഹൈന്ദവ കോളേജാണ്. എങ്കിലും കർത്താവിന് നാം മഹത്വത്തിന് വേണ്ടി പറയട്ടെ, ഇവിടെ ഞങ്ങള് ഒത്തിരി പേരും പ്രാർത്ഥിക്കുന്നു. പലരും ഹിന്ദുക്കളാണ്. പിന്നെ പിന്നെ കുറച്ചു പേരെന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്നും പറഞ്ഞ് നടക്കുന്നത് ഏത്യസ്റ്റ് ആണ്. അപ്പം അങ്ങനെ കുറച്ച് പിള്ളേരെ കർത്താവിന്റെ നാമം മഹത്വത്തിനായി അവരിപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാട്ടെ. അവരിപ്പോ എന്നെക്കാളും ഫാസ്റ്റായിട്ട് അവരായിരിക്കും ആദ്യം പാട്ട് പാടുകയും വചനം വായിക്കുകയും അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. ദൈവകൃപയാൽ ഇനിയും അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മുന്നോട്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കാത്ത വഴികളിലൂടെയും വിചാരിക്കാത്ത മേഖലകളിലൂടെയാണ് കർത്താവ് എന്നെ വഴി നടത്തുന്നത്. ഇന്ന് ഈ മീറ്റിംഗിൽ സാക്ഷ്യം പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ഭാഗ്യം എന്നല്ലാതെ മറ്റൊന്നുമില്ല. കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും നീതി കിട്ടാതെ ഭാരപ്പെടുന്നു എങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ കർത്താവിന്റെ കാര്യം നിങ്ങൾക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ വഴിവാതിലുകൾ ഒരുക്കി തരും ദൈവം. ഹല്ലേലൂയ. ദൈവം അങ്ങനെ അനാഥയെ വിധവയും ദൈവം വിടത്തില്ല. ഹല്ലേലൂയ. അനാഥനായി വിടത്തില്ല. ആമേൻ. നീതിയുള്ള ദൈവമാണ്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവമാണ്. നിശ്ചയമായിട്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ഹല്ലേലൂയ. ഉത്തരം കിട്ടാതെ ഭാരപ്പെടുന്നെങ്കിൽ ആ വിഷയത്തെ കർത്താവിന്റെ സന്നിധി വെച്ച് പ്രാർത്ഥിക്കുക. ഈ നാളുകളില് നമ്മളൊരു പ്രിയപ്പെട്ടവരെ. നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പം ഒരു സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല. അച്ഛനൊരു കടയിലാണ് താമസിക്കുന്നത്. അച്ഛൻ കടയിൽ തയ്യലാണ് ചെയ്യുന്നത്. തയ്യൽ കടയിലാണ് താമസിക്കുന്നത്. അവിടെ തന്നെ അടുത്ത കടയിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. അങ്ങനാണ് പോകുന്നത്. എനിക്ക് വീടൊന്നും പറയാനില്ല. പക്ഷെ എന്റെ കർത്താവ് അഴിയാത്തൊരു ഭവനം എനിക്കായി സ്വർഗത്തിൽ വെച്ചിട്ടുണ്ടെന്ന് ഉള്ള വിശ്വാസത്തിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരും ഈ നാളുകളിൽ തളർന്നു പോകരുത്. നിങ്ങളുടെ ജീവിതം മടുക്കുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ടോ? ഒരിക്കലും അരുത്. ഒരിക്കലും പ്രാർത്ഥന മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. അവൻ ഉത്തരം നിശ്ചയമായിട്ട് തരുന്ന ദൈവമാണ്. നീതിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അനീതിയുള്ള ദൈവമല്ല. ആമേൻ. മാത്രമല്ല ഹല്ലേലൂയ. വിളി കേൾക്കുന്ന ദൈവം, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. Praise the Lord. There's only one most trusted person I have in my life is Jesus Christ. Amen. Hallelujah. എനിക്ക് വേറെ ആരും വിശ്വസിക്കാൻ എൻ്റെ ജീവിതത്തിൽ വേറെ ആരുമില്ല. കർത്താവ് മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ കർത്താവ് ഇനിയും എന്നെ നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ദൈവം നടത്തും. വിശ്വസ്തനാണ്. ആ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരെയും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഫോർത്ത് ഇയർ ഇപ്പം കഴിയുന്നു. എൻ്റെ തുടർ പഠനമാണോ ജോലിയാണോ കർത്താവിന്റെ കരങ്ങളിലാണെല്ലാം. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ദൈവം എന്നെ നടത്തും. വിശ്വസ്തൻ. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഉറപ്പിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. സമയം അനുവദിച്ച് നൽകിയ പ്രിയ മാത്യു അങ്കിൾക്കും എന്നോട് സംസാരിച്ച് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഷേർലി ആന്റിക്കും പാട്ടുപാടിയ ചേച്ചിക്കും എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന ഓരോ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.